24 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഭാവിയെ സംബന്ധിക്കുന്ന പ്രതീക്ഷകൾക്കുമേൽ കല്ലെടുത്തിട്ട നീറ്റ് പരീക്ഷാ ക്രമക്കേട് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ച അന്വേഷണം പ്രശ്നത്തെ എളുപ്പത്തിൽ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമായാണ് ഇപ്പോൾ അധികാരികൾ വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിലെ MBBS, BDS, ആയുഷ് പഠനങ്ങൾക്കും വിവിധ വിദേശ രാജ്യങ്ങളിലെ അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ വിദ്യാഭ്യാസ പ്രവേശനത്തിനുമുള്ള അടിസ്ഥാനപരമായ യോഗ്യതാ പരീക്ഷയാണ് നീറ്റ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അപേക്ഷകർക്കായി ഇന്ത്യയിൽ നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷകളിൽ ഒന്നാണ് നീറ്റ്. ജൂൺ 4-ന് മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുന്നതിന് 5 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പരീക്ഷാഫലം പുറത്തുവന്നത്. ഈ പുറത്തു വന്നിരിക്കുന്ന പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ പരാതികളുടെ വൻ കൂട്ടമാണ് തുടർന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും ഉയർന്ന രൂക്ഷ പ്രതികരണങ്ങളും മറ്റൊരു കുംഭകോണത്തിലെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പരീക്ഷയിൽ പങ്കെടുത്ത 67 വിദ്യാർത്ഥികൾക്ക് 720-ൽ 720 മാർക്കും ലഭിച്ചത് അസാധാരണവും ഊതിവീർപ്പിച്ചതുമാണെന്ന പരാതി പ്രസക്തമാണ്. 2-3 പരീക്ഷാർത്ഥികൾക്ക് മാത്രം ലഭിക്കുന്ന മാർക്ക് ഇത്തവണ രാജ്യത്തെ പ്രമുഖ മെഡിക്കൽ കോളേജുകളിൽ പൊതുവിഭാഗത്തിന് ലഭ്യമായ മൊത്തം സീറ്റിലും അധികമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, അത്തരത്തിൽ മുഴുവൻ മാർക്കും ലഭിച്ചവരിൽ 6 പേർ ഹരിയാനയിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നും ഉള്ളവരാണെന്നത് ചോദ്യപേപ്പർ ചോർച്ചയെന്ന ആരോപണത്തെ സാധൂകരിക്കുന്നതായും പരാതിക്കാർ സംശയിക്കുന്നു. പരീക്ഷ നടത്തിപ്പുകാരായ NTA ക്രമക്കേടുകളോ ചോദ്യപേപ്പർ ചോർച്ചയോ ഉണ്ടായിട്ടില്ലെന്ന് ആവർത്തിക്കുന്നുമുണ്ട്. പരീക്ഷയ്ക്ക് ആധാരമായ NCERT പാഠപുസ്തകങ്ങളിലെ പരിഷ്കാരങ്ങൾ, താരതമ്യേന സുഗമമായ പരീക്ഷാ രജിസ്ട്രേഷനിൽ ഉണ്ടായ വർധന, ഒരു ചോദ്യത്തിന് നൽകിയ 2 ശരിയുത്തരം, പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഉണ്ടായ കാലതാമസത്തിന് പ്രതിവിധിയായി നൽകിയ ഗ്രേസ് മാർക്ക് തുടങ്ങിയവയാണ് അസാധാരണമായ ഉയർന്ന മാർക്കിന് ന്യായീകരണമായി NTA നിരത്തുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ജൂനിയർ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരും പരാതിക്കാരായ വിദ്യാർത്ഥികളും പുനർപരീക്ഷയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ള ഉയർന്ന മാർക്കുകൾ സംഖ്യാശാസ്ത്രപരമായി പരീക്ഷാ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നവയല്ല. അത്തരക്കാർക്ക് ലഭിച്ചിട്ടുള്ള ഗ്രേസ് മാർക്കുകൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള യുക്തിക്ക് നിരക്കുന്നതുമല്ല. അത്തരത്തിൽ നൽകിയ മാർക്കിന്റെ വിവരങ്ങൾ ആരുമായും പങ്കുവയ്ക്കാനും NTA തയ്യാറായിട്ടില്ല. ഇവയെല്ലാം പരീക്ഷാഫലത്തെ പറ്റിയുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. പല കേന്ദ്രങ്ങളിലും ചോദ്യപേപ്പർ ചോർന്നതായി ആരോപണം ഉയർന്നിരുന്നെങ്കിലും ടെസ്റ്റിംഗ് ഏജൻസി അന്വേഷണത്തിന് തയ്യാറായിട്ടില്ലെന്നും ജൂനിയർ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് ആരോപിക്കുന്നുണ്ട്. പുനർപരീക്ഷ എന്ന ആവശ്യം തള്ളി 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയിൽ 1600 പേരുടെ പരാതി മാത്രമായിരിക്കും കമ്മീഷന്റെ പരിശോധനാ വിഷയം. മറ്റുള്ള പരീക്ഷാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹാരം കൂടാതെ അതുപോലെ തുടരും. ചോദ്യപേപ്പർ ചോർച്ചയടക്കം ക്രമക്കേടുകൾ സംബന്ധിച്ച പരാതികൾ എല്ലാം തന്നെ ആവർത്തിച്ച് നിഷേധിക്കുന്ന ടെസ്റ്റിംഗ് ഏജൻസിയും കേന്ദ്ര സർക്കാരും വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിട്ട് ഗുരുതരമായ അട്ടിമറി മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നത്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിന് മാത്രമേ യഥാർത്ഥ വസ്തുതകൾ പുറത്തുകൊണ്ടുവരാനും അട്ടിമറിയുടെ ഇരകളായ വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പുവരുത്താനും കഴിയൂ. പുതിയ പാർലമെന്റിന്റെ പ്രഥമ സമ്മേളനത്തിൽ തന്നെ വിഷയം അർഹിക്കുന്ന ഗൗരവത്തോടെ ഉന്നയിക്കപ്പെടുമെന്ന് ഇന്ത്യ സഖ്യകക്ഷികൾ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. പുതുതലമുറയിലെ ഏറ്റവും മിടുക്കരായ കുട്ടികളുടെ അവകാശ നിഷേധം ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ.